പൊതുനിരത്തുകളിൽ ഫ്ലെക്സ് ബോർഡുകൾ നിറഞ്ഞ കോഴിക്കോടും കാഴ്ച മറയ്ക്കുന്ന ബോർഡുകൾ പരിപാടി കഴിഞ്ഞിട്ടും പലയിടത്തും മാറ്റിയിട്ടില്ല. പുതുമയുള്ള കാര്യമല്ല, കോടതി പലതവണ പറഞ്ഞു. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും ചർച്ചയാകുന്നതുമാണ്. എന്നിട്ടും തുടരുന്ന അനുഭവം കർശന നടപടികളിലൂടെ തിരുത്തേണ്ടതാണ്. ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയമോ സംഘടനയോ അങ്ങനെ യാതൊരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അവ നീക്കം ചെയ്യുന്ന കാര്യത്തിൽ അത്ര ആവേശമില്ലതാണ്. ആദ്യം പഞ്ചായത്ത് ഒന്നും എടുക്കലുണ്ട്, ഇപ്പോൾ ആരും എടുക്കില്ല. അവധി കഴിഞ്ഞാൽ അവിടെ കിടക്കില്ല. ഫ്ലെക്സ് ബോർഡുകൾ നിറഞ്ഞ കോഴിക്കോട് നഗരം. കുറച്ച് നാളുകൾക്ക് മുൻപ് നഗരം ചുറ്റി മാതൃഭൂമി ന്യൂസ് ചെയ്ത വാർത്തകളിൽ ഒന്നാണ്. കോഴിക്കോട് ടൗണിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? നഗരത്തിലേക്ക് ഇറങ്ങിയാൽ കാര്യമായ മാറ്റമൊന്നുമില്ല. ജനങ്ങളുടെ കണ്ണുകൾ കൃത്യമായി പതിയണം. അങ്ങനെ തിരക്കേറിയ ഇടങ്ങളിലാണ് വീണ്ടും വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. മാസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ പരിപാടികളുണ്ട്, വരാനിരിക്കുന്ന ചെറുതും വലുതുമായ പരിപാടികൾ. ചുരുക്കത്തിൽ പൊതുനിരത്തുകളിൽ ഫ്ലെക്സോട് ഫ്ലെക്സാണ്. കാരണങ്ങളും ഉദ്ദേശങ്ങളും വ്യത്യസ്തമെങ്കിലും ഫ്ലെക്സ് വെച്ച കാര്യത്തിൽ വൻ ഐക്യം. ഫ്ലെക്സില്ലാത്ത സ്ഥലം എവിടെ ഉണ്ട്? എല്ലായിടത്തും ഫ്ലെക്സ് ഉണ്ട്. ചില സ്ഥലത്ത് ഇങ്ങനെ റോഡിലേ ഇങ്ങനെ പറഞ്ഞു വെക്കും. ചില സ്ഥലത്ത് ആ മെഡിക്കൽ കോളേജ് ഭാഗത്ത് തന്നെ രണ്ടെണ്ണം ഉണ്ട്. ബേക്കറിൻ്റെ ഒക്കെ പരിസരത്തിൻ്റെ റോഡിലേക്കുണ്ട്. നിരോധിച്ച സാധനങ്ങളാണ്. ചില സമയങ്ങളിൽ ഈ ഫ്ലെക്സ് ബോർഡ് കാണുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് ശ്രദ്ധിച്ചു പോകും, അശ്രദ്ധ വരാൻ സാധ്യതയുണ്ട്. ചില സ്ഥലത്തുള്ളൂ തടസ്സം ഉണ്ടാവും. ചിലത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വിറ്റാൻ വലിയ കുഴപ്പമൊന്നുമില്ല. സൈഡിൽ എല്ലാത്ത റോഡിലേക്ക് തള്ളി നിൽക്കുന്നതൊക്കെ ഒരു പ്രശ്നമാണ്. ചില ഭാഗത്ത് നമ്മൾ വണ്ടി പോകുമ്പോൾ ഹൈവേയിലും റോഡ് സൈഡിലും ഒക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ നിരോധിച്ചിരിപ്പോൾ എന്ത് കാര്യമുണ്ട്? മാറ്റിയിട്ടൊക്കെ PWD മറ്റുള്ള സർക്കാർ ഏജൻസികളാണ് അതൊക്കെ മാറ്റി അത് ചെയ്യേണ്ടത്. കോഴിക്കോട് നഗരത്തിൽ വളരെയധികം തിരക്കുള്ള CH മേൽപ്പാലം ജംഗ്ഷൻ അടുത്ത് വെച്ച ഈ വാർത്ത നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടുത്തെ അവസ്ഥ തന്നെ കണ്ടില്ലേ, എത്രയധികം ഫ്ലെക്സ് ബോർഡുകളാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും ഫ്ലെക്സ് ബോർഡുകൾ ഇങ്ങനെ ഈ തിരക്കേറിയ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. അതൊന്നും നീക്കം ചെയ്യുന്നതിന് നടപടികളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഈ ഫ്ലെക്സ് നിരോധനം എന്നത് വാക്കുകളിലും കടലാസുകളിലും മാത്രം ഒതുങ്ങുന്നൊരു കാര്യമാണ്. നിരത്തുകളിൽ എല്ലായിടത്തും ഇപ്പോഴും 100 കണക്കിന് ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ട് എന്നതാണ് സ്ഥിതി. അരുൺ കിഷോറിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.